ഹായ്, മൈ നെയിം ഈസ് കണ്ണൻ ജോഷോ മൈക്കിൾ. കണ്ണൻ അലൻ മൈക്കിൾ എന്ന പേരിൽ എനിക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട്. ആ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ കഴിഞ്ഞ 6 മാസമായിരിക്കുന്നു, ഡിസംബർ മാസം മുതൽ ക്രിസ്ത്യൻ ഓണ്ടർപ്രണർ എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്താണ് ക്രിസ്ത്യൻ ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഓണ്ടർപ്രണർ എന്ന ആശയം എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ചർച്ചിൽ നിന്നും ബിസിനസ്സുകാരെ എറേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ചർച്ചുകൾ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ബിസിനസ് ചെയ്യുന്നതിനെയും വെൽത്ത് ഉണ്ടാക്കുന്നതിനെയും നമ്മളെന്നും ഒരു നെഗറ്റീവായിട്ടാണ് കണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ വലിയൊരു തെറ്റിദ്ധാരണയാണ് ദൈവം സമ്പത്തിന് എതിരാണെന്നുള്ളത്. ചർച്ചിൽ നിന്ന് ബിസിനസ്സുകാർ എഴുന്നേറ്റ് വരണം, എങ്കിൽ മാത്രമേ ശരിക്കും ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളൂ എന്ന തിരിച്ചറിവിലാണ് ഞാൻ ഈ വീഡിയോകൾ കഴിഞ്ഞ 6 മാസമായിട്ട് ചെയ്തു വരുന്നത്. ഇത് ഫേസ്ബുക്ക് പേജിൽ മാത്രമേ ചെയ്തു വരുന്നുള്ളായിരുന്നു. എന്നാൽ നാളെ മുതൽ ഈ വീഡിയോസ് യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. കാരണം ഞാൻ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിനെയാണ്, പക്ഷേ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഫേസ്ബുക്കിലാണ്. അപ്പോൾ ഒരു 6 മാസം ഒരു ട്രയൽ അടിച്ചതാണ്. എങ്ങനെയാണ് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ലഭിച്ചു. ഇത് വലിയൊരു വിഷനാണ്, ഇത് വലിയൊരു മൂവാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ പല ആളുകളും നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും കൂടെ അപ്ലോഡ് ചെയ്താൽ ഒത്തിരി നല്ലതായിരിക്കും ബ്രദറെ. കാരണം നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ ഇൻസ്റ്റഗ്രാമിലാണ്, ഒരു സെർച്ച് എഞ്ചിനായിട്ട് യൂട്യൂബ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നാളെ മുതൽ ഇത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൂടെ ഫേസ്ബുക്കിൽ കൊടുക്കാം. നിങ്ങൾക്കത് പെട്ടെന്ന് ആ ചാനലിലേക്ക് പോകാൻ കഴിയും. പയ്യെ ഇത് കംപ്ലീറ്റ്ലി യൂട്യൂബിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും മാറും. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട പഠിത്തത്തിലും ഒക്കെ ആയിരുന്നുകൊണ്ടാണ് കഴിഞ്ഞ 1 മാസം അടുത്തായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചപ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലല്ലോ. വാസ്തവത്തിൽ പഠിക്കുകയായിരുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് ആധികാരികമായി പറയണമെങ്കിൽ ആധികാരികമായി പഠിക്കണം എന്ന് എനിക്കറിയാം. സോ ഞാൻ കുറേ ബൈബിളുകളൊക്കെ വരുത്തി, കുറേ ബൈബിളുകൾ എൻ്റെ ഐപാഡിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ 1 മാസം വാസ്തവത്തിനെക്കുറിച്ച് നല്ലപോലെ പഠിച്ചപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ കാര്യം ഇതാണ്. ഒന്ന്, ദൈവം സമ്പത്തിനെതിരല്ല, ക്രിസ്ത്യാനിറ്റി സമ്പത്തിനെതിരല്ല, റിച്ച് ആകുന്നതിനോ വെൽത്തി ആകുന്നതിനോ ഇത് ഒട്ടും എതിരല്ല. ഇത് സമ്പത്ത് ഉണ്ടാക്കുന്നതിനും സമ്പത്ത് വളർത്തുന്നതിനും 100% അനുകൂലമായ സഭയാണ് ക്രിസ്ത്യൻ സഭ. ആ സമ്പത്ത് നിങ്ങളെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതും ആ സമ്പത്ത് വരുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താകണം എന്നുള്ളതും മാത്രമാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ നല്ല കൈകളിൽ സമ്പത്ത് എത്തിച്ചേർന്നാലേ അത് സമൂഹത്തിനും രാജ്യത്തിനും കുടുംബങ്ങൾക്കും ഗുണകരമാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടാകട്ടെ, അതെല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറട്ടെ. സോ നാളെ മുതൽ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജായിട്ട് അയയ്ക്കുക. അപ്പോൾ തന്നെ ഒരു കാര്യം പറയാം, ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എനിക്കറിയാം ഒത്തിരി മെസ്സേജുകൾ മിസ്സായി പോകുന്നുണ്ട്. കാരണം ഞാൻ നല്ല തിരക്ക് പിടിച്ചൊരു ബിസിനസ്സുകാരനാണ്. 1 മാസത്തെ ബിസിനസ് ട്രിപ്പിന് ശേഷം നമ്മുടെ ഇറ്റലി, അതുപോലെ തന്നെ ഡെൻമാർക്ക്, ജർമ്മനിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങ് വന്നതേ ഉള്ളൂ. ദെൻ വീണ്ടും അടുത്ത ആഴ്ച പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ട്രാവലും ഒക്കെ വരുമ്പോഴും ടൈം സോണുകളൊക്കെ മാറുമ്പോഴും ഒക്കെ ചിലപ്പോൾ പലപ്പോഴും മെസ്സേജുകൾ മിസ്സായി പോകാറുണ്ട്. ചില തിരിച്ചു വിളിക്കാമെന്നോർത്തിട്ട് വിളിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട്. റിയലി സോറി. അടുത്ത ദിവസം തൊട്ട് അതിനൊക്കെ ഒരു അറേഞ്ച്മെൻറ്റിനെ കണ്ട് കഴിയുന്ന വിധം ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ മെസ്സേജുകളും വാക്കുകളും വളരെ വിലപ്പെട്ടതാണ്. സോ എനിവേ, നാളെ തൊട്ട് ഈ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വരുന്ന വീഡിയോകൾ നിങ്ങൾ കാണുക, ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ബ്ലെസ്സിങ്ങിന്, ഒരു മൂവ്മെൻറ്റിന് ഇത് തുടക്കം കുറിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.